5-15 വരെയുള്ള കണക്കുകളാണ് നമുക്ക് ലഭിച്ചത്. 62.52% തിരുവനന്തപുരത്ത് ഇപ്പോൾ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തുന്ന തിരക്കിലാണ്. അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ എല്ലാ ബൂത്തുകളിലും ജനങ്ങൾ നിറയുന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. തീരദേശ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ തന്നെയാണ് സൂര്യഗായത്രി നമ്മളോട് പങ്കുവച്ചത്. ഇനി കാസർഗോഡിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോസഫ്, അവസാന മണിക്കൂർ, ഇനി അരമണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ വോട്ടെടുപ്പ് പൂർത്തിയാകാൻ. എങ്ങനെയാണ് കാസർഗോഡ് നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്? ശ്രുതി, കാസർഗോഡ് മണ്ഡലത്തിൽ മറ്റു മണ്ഡലങ്ങളിലെ പോലെ തന്നെ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ ബൂത്തുകളിൽ നീണ്ട നിരയായിരുന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ടർമാരുടെ നീണ്ട ക്യൂ ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് കാസർഗോഡ് ചെങ്കളിൽ കള്ളവോട്ട് നടന്നു എന്നാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. LDFന്റെ പരാതിയിൽ UDFിനെതിരെ നൽകിയിട്ടുണ്ട്. അതായത് പോളിംഗ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഈ ALP ചെങ്കള ബൂത്ത് നമ്പർ 106, 107 വ്യാപകമായി കള്ളവോട്ട് നടന്നെന്നാണ് LDFന്റെ പരാതി. UDF ആണ് ഇതിന് നേതൃത്വം നൽകിയെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. അതായത് ഈ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാസർഗോഡിന് ഈ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ കളങ്കപ്പെടുത്തുന്ന ഒരു നടപടിയാണ് UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഈ LDF ആരോപിക്കുന്നത്. ഏതൊക്കെയായാലും ഇടത് കോട്ടകളിൽ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പയ്യന്നൂർ, കല്യാശ്ശേരി, തൃക്കരിപ്പൂർ എന്നീ മേഖലകളിൽ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പയ്യന്നൂർ മണ്ഡലത്തിൽ CPM പ്രവർത്തകർ ബൂത്ത് കൈയടക്കി എന്നാരോപിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ പരാതി നൽകിയിരുന്നു. ഇതിൽ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായി നമുക്ക് അറിയുന്നു. 3 സ്ഥാനാർത്ഥികളും, അതായത് പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളും കാസർഗോഡ് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാജ്മോഹൻ ഉണ്ണിത്താനും MP ബാലകൃഷ്ണനും ML അശ്വിനിയും കാസർഗോഡ് പാർലമെന്റിൽ തന്നെയാണ് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. മാത്രവുമല്ല, ഈ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവും കന്നി വോട്ടർമാരുടെ മനസ്സിലിരിപ്പും പ്രധാന ഘടകമാകുമെന്നാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെയായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ കള്ളവോട്ട് നടന്നതായി പരാതിയുണ്ട്. ആ പരാതി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല. ഏതൊക്കെയായാലും ഈ മണിക്കൂറുകൾ പിന്നിടാൻ ബാക്കി നിൽക്കുമ്പോൾ 80% പോളിംഗ് എത്തുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ശ്രുതി, വ്യക്തമാണ്. അവസാന മണിക്കൂറിൽ നമുക്ക് കിട്ടിയ കണക്കുകൾ പ്രകാരം കാസർഗോഡ് 67.39% കാസർഗോഡ് നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചില അനിഷ്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കള്ളവോട്ട് പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കളക്ടർ അടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വോട്ടെടുപ്പ് ഇനി അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. 5:30 കഴിഞ്ഞിരിക്കുന്നു. അവസാന മണിക്കൂർ എത്തുമ്പോൾ മികച്ച പോളിംഗ് തന്നെയാണ് കേരളത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ തന്നെയാണ് പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതലുള്ളത്. പൊന്നാനിയിലാണ് ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ നൽകിയത്. ഇനി നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു. AT അശ്വതി വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പമുണ്ട്. അശ്വതി, മധ്യ കേരളത്തിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്.